നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെലവിന് കൊടുക്കാൻ പറ്റാത്തവൻ ഇതിനൊന്നും നിൽക്കരുത്. ഇതേ രീതിയിലല്ല പറയേണ്ടത്. മാഡം, ഇവിടത്തെ എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ്. എങ്കിലും അതൊരു കുഞ്ഞല്ലേ. ഇതെല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് മോളെ. നിന്റെ കണ്ണീരിന്റെ ഫലം ഒരു കുഞ്ഞായി തന്നെ നിനക്ക് ഈശ്വരൻ തരും. അതിനാ നിന്നെ ഇത്രയും കണ്ണീര് കുടിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ എടുത്ത് ഞാനും കരുതുന്നത്. പക്ഷേ 100% സാധ്യത സന്ധ്യ ഡോക്ടർ പറഞ്ഞിട്ടില്ല. 10% സാധ്യത കുറവാ. അതേ ഉള്ളൊരു പേടി. ഇത്രയൊക്കെ ആയിട്ടും ഈശ്വരൻ നിനക്കും സച്ചിക്കും നേരെ മുഖം തിരിക്കുകയാണെങ്കിൽ പിന്നൊന്നും നമുക്ക് ചെയ്യാനില്ല. ഒരു കുഞ്ഞു വേണമെന്ന് എല്ലാവരും പോലെ നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. ആ വലിയ ആഗ്രഹത്തെ തെറ്റു പറയാനും പറ്റില്ല. എന്നാലും അത് വേണം. ട്രീറ്റ്മെന്റിൽ അത് നടന്നില്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തണം. എത്രയോ പേര് അങ്ങനെ ദത്തെടുത്ത് സ്വന്തം കുഞ്ഞായി വളർത്തുന്നു. അതിന് ദൂരെയൊന്നും പോകണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഓർഫനേജ് ഒക്കെ ഉള്ളതല്ലേ. അതിൽ നിന്നൊരു കുഞ്ഞിനെ എടുത്ത് നിങ്ങളുടേതായിട്ട് വളർത്തണം. പറയുമ്പോ എളുപ്പം എഴുതി. ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിക്കുന്നതും ദത്തെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ ചെയ്തവരൊന്നും തെറ്റുകാരെന്നല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കതിനോട് താല്പര്യമില്ല. നാളെ ഒരു സമയം അതിന് അവകാശം പറഞ്ഞ് മറ്റാരെങ്കിലും വന്നാ അതൊരു തീരാവേദനയായി മാറില്ലേ. നമ്മുടെ മോളെ എടുക്കാനും ലാളിക്കാനും പറ്റാത്തത് തന്നെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് വളർത്തി നമ്മുടേതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചിട്ട് പിന്നീട് അകലേണ്ടി വന്ന ആ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്റെ സച്ചേട്ടനിൽ ഈശ്വരൻ എനിക്ക് തരും ഒരു കുഞ്ഞിനെ. 10 മാസം ചുമന്ന് ഞാൻ അതിനെ പ്രസവിക്കുകയും ചെയ്യും. അങ്ങനെ തരാതിരിക്കാനും മാത്രം ഞാൻ ഈശ്വരന് മുമ്പിൽ ഒരു തരത്തിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാരെക്കാളും നന്നായി ഈശ്വരനറിയാം. മാഡം, പറയുന്നോണ്ടൊന്നും തോന്നരുത്. തോന്നും. അതുകൊണ്ട് താനൊന്നും പറയണ്ട. പൈസ വേണം, അതല്ലേ തനിക്ക് പറയാനുള്ളത്. തന്റെ മേടെന്നുള്ള വിളി തന്നെ എനിക്കത് മനസ്സിലായി. തൽക്കാലം പൈസ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മാഡം? ഇവിടെ നിന്ന് മാസം കിട്ടുന്നത് പലിശയും കൊടുത്ത് വീട്ടിൽ ചെലവിനുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും തീരും. കുഞ്ഞിന് പൗഡർ വാങ്ങാൻ പോലും കയ്യിൽ കാശുണ്ടാവില്ല. എന്റേതല്ലെങ്കിലും അവിടെ ഉള്ളത് ഒരു കുഞ്ഞല്ലേ, അതിനും ചെലവുകളില്ലേ? അതെന്താ തന്റെ കൊച്ചിന് ഇത്രയും ചെലവ്? ഇതിപ്പോ ഇവിടെ ഉള്ളതായാലും അവിടെ ഉള്ളതായാലും എല്ലാം ഒരുപോലെ തന്നെയല്ലേ. കൊച്ചിനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ താൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു? അപ്പൊ അതല്ല കാര്യം. തനിക്ക് കാശാണ് ആവശ്യം. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചതുകൊണ്ട് തനിക്കറിയാം എന്റെ കയ്യിൽ നിന്ന് കിട്ടും അല്ലേ. ചെലവിന് കൊടുക്കാൻ പറ്റാത്തവൻ ഇതിനൊന്നും നിൽക്കരുത്. ഇതേ രീതിയിലല്ല പറയേണ്ടത്. മാഡം, ഇവിടത്തെ എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ്. എങ്കിലും അതൊരു കുഞ്ഞല്ലേ. ഇത്രയൊക്കെ സൗകര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും അതിനും കിട്ടണ്ടേ? നെല്ലിശ്ശേരിയിലെ സൗകര്യങ്ങളായിട്ടാണോ താൻ താരതമ്യം ചെയ്യുന്നത്?
ഞാൻ ഇനി കാശ് തരില്ല എന്ന് പറയുമ്പോ തന്റെ ഡയലോഗ് എന്തായിരിക്കും എനിക്കറിയാം. ഇനി ഈ കാശില്ലാത്തോണ്ട് താൻ ഇതൊന്നും ആരെ അറിയിക്കാൻ നിൽക്കണ്ട. കാശില്ലാത്തതിന്റെ പേരിൽ നെല്ലിശ്ശേരിയിലെ കൊച്ചിടുന്ന പൗഡർ ആ കൊച്ചിന് വാങ്ങാതിരിക്കുകയും വേണ്ട. എന്നാ പിടി. ഞാൻ തന്റെ അടുത്തേക്ക് വരുമ്പോ തന്റെ മുഖത്ത് ചേർച്ചയില്ലാത്ത ഒരു എളിമയുണ്ട്. അതിന്റെ ആവശ്യം ഇനിയില്ല. വേലി കിടന്നൊക്കെ എടുത്ത് ഇവരെന്തിനാ ശിവേട്ടന് പൈസ കൊടുത്തത്? ശമ്പളം കൊടുക്കുന്നത് അച്ഛനല്ലേ? പിന്നെന്തിനായിരിക്കും? പൊട്ടിടട്ടെ. വേണ്ട 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 കരല്ലേ. അവിടെയാണോ അമ്മയെ പൊട്ട് തൊടേണ്ടത്? ഇവിടെയല്ലേ? ഈ അമ്മയ്ക്ക് കണ്ണു കണ്ടൂടാ. അത് കണ്ണ് കാണാത്തോണ്ടല്ലടി, മനഃപൂർവ്വം ഇട്ടതാ. ആരുടെയും കണ്ണീർ ദോഷം വരാതിരിക്കാൻ. ഇങ്ങനെ ഇട്ടാലേ കുഞ്ഞിന് കണ്ണീർ ദോഷം വരില്ലെന്നാ പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോ ഈ പറയുന്നതൊക്കെ ഉള്ളത് തന്നെയല്ലേ ഏട്ടത്തി? എന്തോന്ന്? അല്ല, ഈ കണ്ണേറ് ദോഷത്തെ കുറിച്ചൊക്കെ നീ ഇനി അതേ പിടിച്ച് തോന്നണ്ട. ഇതൊക്കെ കാലങ്ങളായി ഓരോരുത്തർ ചെയ്തു വരുന്നത് നമ്മളും ചെയ്യുന്നേ ഉള്ളൂ. ഓ ഓ ഓ ഓ ഓ. കണ്ണേറ് ദോഷത്തിനേക്കാളും വലുതാ തെറ്റിദ്ധാരണകൾ കൊണ്ടുള്ള ദോഷം. ആ ദോഷത്തിന് കവളിൽ ഇതുപോലെ കുത്തിട്ടാ മതിയോ അമ്മേ? ആ ദോഷത്തിനെ ഇതുപോലുള്ള കുത്തല്ല മോളെ. ദേ ഈ കൈ മാത്രം വെച്ച് നല്ലൊരു കുത്തു കൊടുത്താ മതി. ആ അപ്പതങ്ങ് മാറിക്കോളും. ഓ ഓ ഓ വേണ്ട 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 കരല്ലേ. പൊട്ടെ 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 പൊട്ടെ. ആതിരി, വേണ്ട വേണ്ട, എഴുന്നേൽക്കണ്ട. കുറച്ച് ദിവസമായി മോളെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട്. ഇന്ന സമയം ഒത്തു വന്നത്. പിടിക്കേ. ഓ ഓ ഓ മോളു. ഓ ഞാൻ ഡോക്ടർക്ക് കുടിക്കാൻ എന്തേലും എടുക്കാം. ഒന്നും വേണ്ട ബീരേച്ചി, ഞാനിപ്പോ കഴിച്ചിട്ടാ വന്നത്. ഓ വാവേ. സന്ധ്യ പോന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാ. സന്ധ്യ ഒന്ന് വരൂ, ഇനി ഒരു കാര്യം സംസാരിക്കാം. ഇങ്ങെടുക്ക. എന്ത് എന്ത് നോക്കട്ടെ. നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.